Hi, good morning, students. നമ്മൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതിൽ ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ ചെയ്തു. ഇനി ഇതുമായി കണക്ട് ചെയ്ത ഒരു പ്രോബ്ലം ആണ് വെലോസിറ്റി ആൻഡ് ഡിസ്റ്റൻസ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യം തന്നെയാണ് വെലോസിറ്റിയും ഡിസ്റ്റൻസും തമ്മിലുള്ള കണക്ഷൻ പറയാൻ. ഒരു പ്രോബ്ലം ആണ് the velocity of a moving bus in meter per second is observed during a period of observed over a period of 10 seconds. It is found that velocity is between 4 and 5 when 0 less than t less than 10, 5.5 and 6.5 when t is between 10 and 20. It is again 5 and 5.7 when t is between 20 and 30. Estimate the distance traveled in 13 seconds. 30 സെക്കൻഡ് ഓരോ 10 സെക്കൻഡിലും ആദ്യത്തെ 10 സെക്കൻഡില് വെലോസിറ്റി 4-നും 5-നും ഇടയിലാണ്. രണ്ടാമത്തെ 10 സെക്കൻഡില് 5.5-നും 6.5-നും ഇടയിലാണ്. മൂന്നാമത്തെ 10 സെക്കൻഡില് 5-നും 5.7-നും ഇടയിലാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും എന്നതാണ് നമ്മളുടെ പ്രോബ്ലം. അപ്പൊ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്, ഓക്കെ, ഇവിടെ ശരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻ മിഡിലും അതിന്റെ ജി ഓഫ് എക്സ് പോലെയാണ് 4-ഉം 5.5-ഉം 5-ഉം. വെലോസിറ്റിനേക്കാളും കുറഞ്ഞ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് ശരിക്ക് തന്നിട്ടുള്ളത്. അതേപോലെ റൈറ്റിൽ വെലോസിനേക്കാളും വലിയ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ. So we can estimate the lower sum and upper sum as lower sum equal to ആദ്യത്തെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക. അത് ലോവർ വാല്യൂസും ഈ ലെങ്ത് ഓഫ് ദി ഇന്റർവൽ വെച്ചിട്ട് it is 4 into 10 minus 0 plus 5.5 into 20 minus 10 plus 5 into 30 minus 20. 30 minus 20. What is that? 40 plus 55 plus, right? 145. This will be the lower sum. And what about upper sum? What is the maximum value of velocities?
That is upper sum equal to 5 into n minus 0 plus അടുത്തെന്തായിരിക്കും 6.5 into 20 minus 10 plus അടുത്തെന്താണ് 5.7 into 30 minus 20. What is that? നൂറ്റിപ്പതിനഞ്ചും 7 122 Now, what is the distance traveled? Distance traveled is this area. Distance traveled നമുക്കറിയാം എന്താ പറയാ ഈ വെലോസിറ്റിയുടെ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയയാണ്. അപ്പൊ വെലോസിറ്റിന്റെ ഗ്രാഫിന്റെ താഴെയുള്ള ഫംഗ്ഷന്റെ ഏരിയയാണ് ലോവർ സം. വെലോസിറ്റിന്റെ ഗ്രാഫിന്റെ മുകളിലുള്ള ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയയാണ് അപ്പർ സം. So the distance traveled lies between the lower sum 145 and the upper sum 172. So distance traveled is between 145 and 172 meters. കാരണം നമ്മുടെ യൂണിറ്റ് എന്തായിരുന്നു മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അപ്പൊ മീറ്റർ ഇത്രയും മീറ്റേഴ്സ് ആണ്. Distance traveled is between 145 and 172 meters. Thanks. The velocity of a snail at a time t seconds is 0.01 into t square plus 1 meters per second. Estimate how far the snail crawled. Between t equal to 0 and t equal to അത് കാൽക്കുലേറ്റ് ചെയ്യാന് നമുക്ക് നേരത്തെ പറഞ്ഞാല് ലോവർ സമം അപ്പർ സമം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ടി ഈക്വൽ ടു ശരിക്കും ഇവിടെ ബി ലൈസ് ബിറ്റ്വീൻ ടി ഈക്വൽ ടു 0 ആകുമ്പോ ബിന്റെ വാല്യൂ എന്താണ് കിട്ടുക? ടി ഈക്വൽ ടു 0 ആകുമ്പോ ബിന്റെ വാല്യൂ എന്താണ് വരിക? 0.001 into 0 plus 1 ആണ് വരിക. ടി ഈക്വൽ ടു 2 ആകുമ്പോ ബിന്റെ വാല്യൂ എന്താണ് വരിക? 0.001 into 2 square plus 1 എത്ര വരിക? 5 ആണ് അല്ലെ? That is B lies between 0.001 and 0.005. Now, what is the distance traveled? Time lies between 0 and 2. Now, what is the product? Distance travel lies between
എത്ര വരിക? ഈ ഇന്റർവെലിന്റെ ലെങ്ത് എത്രയാണ്? 2 into 0.001 and 2 into 0.005. Sorry, time lies between 0 and 2. Now, what is the product? Distance travel lies between എത്ര വരിക? ഈ ഇന്റർവെലിന്റെ ലെങ്ത് എത്രയാണ്? 2 into 0.001 and 2 into 0.005. ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ തന്നു, നമുക്കതിന്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പൊ ശരിക്ക് നമ്മൾ ആ t²+1 ചെയ്ത പോലെ 2 എൻ പോയിന്റ് മാത്രം സ്റ്റെപ്പ് ഒന്നല്ല കിട്ടുന്നത്, ഒരൊറ്റ വാല്യൂ ആണ് കിട്ടുന്നത്. ശരിക്കും ഗ്രാഫിന്റെ താഴെ വരക്കാവുന്ന ഒരൊറ്റ വരയാണ് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വളരെ എന്താ പറയാ റഫ് അപ്രോക്സിമേഷൻ ആണ്. ഞാൻ ബോർഡിൽ കാണിച്ചു തരാം. ശരിക്ക് എ ഇവിടെയും ബി ഇവിടെയാണെന്ന് വിചാരിക്കുന്നത്. അത് ശരിക്കും നമ്മളൊരു ഇതിന്റെ ലോവർ സം ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനാണ്. അതാണ് നമ്മൾ ലോവർ സ്റ്റെപ്പ് അല്ലെങ്കിൽ ലോവർ സം ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പർ സം ആയിട്ട് നേരെ തിരിച്ചു, അതിന്റെ മുകളിലൂടെ പോകുന്ന ഒരു ഫംഗ്ഷൻ, ഇങ്ങനെ പോണ ഫംഗ്ഷൻ. ഇതിന്റെ ഗ്രാഫിന് തൊട്ട് എന്നാൽ ഗ്രാഫിന്റെ മുകളിലൂടെ പോകുന്ന ഫംഗ്ഷനാണ് നമ്മൾ അപ്പർ സം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആവുമ്പോ ഏരിയ ഏകദേശം ഗ്രാഫിന്റെ വളരെ അടുത്ത് തന്നെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ഫംഗ്ഷന് പകരം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്താലോ? അപ്പൊ ഈ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്താല് അപ്രോക്സിമേഷൻ വളരെ വൈഡ് ആയിരിക്കും. അതാണ് നമ്മളുടെ ഈ മുമ്പത്തെ ഈ പ്രോബ്ലത്തിൽ സംഭവിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മൾ സീറോയിലുള്ള വാല്യൂ മുകളിലുള്ള വാല്യൂ മാത്രം വെച്ചിട്ട് വാല്യൂ ചെയ്യുക. സ്റ്റെപ്പ് ഫംഗ്ഷൻ കറക്റ്റ് അതിനോട് അടുത്തുള്ള ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേഷൻ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ വാല്യൂ 0.002ക്കും 0.01നും ഇടയിലാണ്. ഒരു വൈഡ് റേഞ്ച് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ കുറച്ചുകൂടി അടുത്താണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇവിടെ നോക്കാം, ഇവിടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ കഴിക്കുമ്പോൾ 145നും 172നും ഇടയിലാണ്. റീസണബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. ഈ ഒരൊറ്റ വാല്യൂ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ കണ്ടു. അതേപോലെ ചെയ്യണമെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രത്തോളം നിങ്ങൾ ചെയ്യേണ്ട. അപ്പൊ ഈ t²+1 ഈ 0 to എന്നുള്ള ഇന്റർവെലിനെ n ഇന്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഇന്റർവെലിനെയും മാക്സിമം വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചെയ്യേണ്ടി വരും. അത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് രണ്ട് പ്രോബ്ലങ്ങൾ ഇവിടെ വളരെ നമ്മൾ ചെയ്ത ആ മോഡൽ വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, വെലോസിറ്റി ഓഫ് എ മൂവിംഗ് ബസ് ഈസ് ഒബ്സർവ്ഡ് ഓവർ പീരിയഡ്സ് ഓഫ് 5 seconds. ഇപ്പൊ അതേപോലെ ഈ രണ്ട് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം 11ാമത്തെ പ്രോബ്ലവും 12ാമത്തെ പ്രോബ്ലം. ആദ്യത്തെ 20 സെക്കൻഡാണ്, രണ്ടാമത്തേത് 30 സെക്കൻഡിനകത്തേക്കാണ്. ഏകദേശം അതേപോലത്തെ പ്രോബ്ലം ആണ്. ചെറിയ കാൽക്കുലേഷൻ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഈ രണ്ട് പ്രോബ്ലങ്ങൾ ചെയ്തു വെക്കുക.